തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ ആക്കുളം ഉൾപ്പെടെയുള്ള നിരവധി വാർഡുകളിൽ കഴിഞ്ഞ 12 ദിവസമായി വെള്ളമില്ല. ആരുടെ കുറ്റമാണ്? നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ശ്രദ്ധിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെയും കുടിവെള്ള പ്രശ്നമായിക്കോട്ടെ, പ്രാദേശിക പ്രശ്നമായിക്കോട്ടെ, പരിഹരിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. ആ നിലയ്ക്ക് തലസ്ഥാനത്തെ നഗരം കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലെ വാർഡുകളിലെ സകലമാന പ്രാദേശിക പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം തിരുവനന്തപുരം കോർപ്പറേഷന്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കുടിവെള്ള പ്രശ്നമുണ്ടായാൽ ആരുടെ ഉത്തരവാദിത്വമാണ്? അത് പരിഹരിക്കേണ്ടത് ആരാണ്? അത് കൃത്യമായിട്ട് നഗരസഭയാണെന്നിരിക്കെ ഇന്നിപ്പോ പോങ്ങുമൂട് വാട്ടർ അതോറിറ്റിയുടെ മുന്നിൽ ഒരു പ്രതിഷേധ സമരം നടന്നു. നല്ല കാര്യം. ആ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ BJP ഭരിക്കുകയാണ്, തലസ്ഥാന കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിൽ കുടിവെള്ള പ്രശ്നം സങ്കീർണമാകുമ്പോൾ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമെന്ന് എങ്ങനെയാണ് ഒരു നഗരസഭയ്ക്ക് പറയാൻ കഴിയുക? ഇനിയിപ്പോൾ ഏതെങ്കിലും പഞ്ചായത്തിലാണെന്ന് നിങ്ങൾ കരുതുക. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്ത് എടുക്കുക. ആ പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ആരാണ്? ആ പഞ്ചായത്തല്ലേ? അവിടെയാണ് ഉടനടി നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ, ഞങ്ങൾക്ക് ഇതിനൊന്നും ഉത്തരവാദിത്വമില്ല, ഉത്തരവാദിത്തം സർക്കാരിനാണ്, വാട്ടർ അതോറിറ്റിക്കാണ് എന്ന നിലയ്ക്ക് കൈ കഴുകാൻ ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ പോങ്ങുമൂട് നടന്ന ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം ഒന്ന് കേട്ടെ. തിരുവനന്തപുരം പോങ്ങുമൂട് ആക്കുളം വാർഡുകളിൽ കുടിവെള്ളം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. ദേശീയപാത ഉപരോധിക്കുകയാണ്. റോഡിന് നടുവിൽ പൈപ്പുകളും അതോടൊപ്പം തന്നെ ബക്കറ്റിൽ വെള്ളവുമൊക്കെയായാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. എത്ര ദിവസമായി വെള്ളം കിട്ടിയിട്ട്? 2 രോഗികൾ ബീച്ചേൽ ഞാൻ വെള്ളം കൂടെ നടന്നു, വെള്ളം തരൂല. അതിനെക്കാട്ടിൽ ഞാൻ ഇവിടെ താമസം നല്ലത്. എത്ര ദിവസമായി വെള്ളം കിട്ടാറിയാം? 2 ആഴ്ചയായി. പല മേഖലകളിലും വെള്ളം എത്തിയിട്ട് 12 ദിവസം മുതൽ 17 ദിവസം വരെയായി എന്നുള്ളത് നാട്ടുകാർ പറയുന്നു. ഇങ്ങനെ ഈ പ്രതിസന്ധി മുന്നോട്ട് പോയാൽ അത് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഈ പറയുന്ന 12 ദിവസത്തിന് മുകളിലേക്കല്ലേ വെള്ളം? ഈ ചുറ്റുപാടുള്ള 3-4 വാർഡിൽ 12 ദിവസത്തിൽ കൂടുതലായി. കേട്ടല്ലോ, 12 ദിവസമായി. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ ഇത്രയും ദിവസം തുടർച്ചയായിട്ട് വെള്ളം മുട്ടിയത് അല്ലെങ്കിൽ കുടിവെള്ളമില്ലാത്തൊരവസ്ഥയുണ്ടായത് ഇതാദ്യമായിട്ടാണ്. ഇതിന് പുറമെ ഇപ്പോൾ വീടുകളിൽ ഗ്യാസ് കൂടി ഇല്ലാത്ത അവസ്ഥയാണ്. നഗരം കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ഫ്ളാറ്റുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് കേന്ദ്ര ഭരണ മികവ് കൊണ്ട് ഗ്യാസ് കിട്ടാതെ ആൾക്കാരുടെ അന്നം കൂടി മുട്ടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായത്. ആ പ്രതിഷേധമുണ്ടായ സന്ദർഭത്തിൽ ഒരു 3-4 മാസം മുന്നേ നഗരസഭാ ഭരണം ഇങ്ങ് തരൂ, മാറ്റം ഞങ്ങൾ കൊണ്ടുവരാം, മാറ്റം ഞങ്ങൾ കാട്ടിത്തരാമെന്ന് പറഞ്ഞ അതേ BJP നേതാക്കന്മാരുടെ ഇന്നത്തെ ഡയലോഗ് നോക്കിയേ. പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള V മുരളീധരന്റെ ഉളുപ്പില്ലായ്മയോടെയുള്ള ആ ഡയലോഗ് എന്ന് കേട്ടെ. ഈ പ്രദേശത്ത് മുഴുവൻ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുകയാണ്. സർക്കാരിന്റെയും അധികാരികളുടെയും ഭാഗത്ത് നിന്ന് ഗൗരവത്തോടു കൂടിയിട്ടുള്ള സമീപനം ഈ പ്രതിഷേധത്തോട് അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സാഹചര്യത്തോടില്ല. കേട്ടല്ലോ, ഇത്രയും കാലം നഗരസഭയിൽ കുടിവെള്ളമില്ലേ? അയ്യോ, ആര്യ രാജേന്ദ്രന്റെ കുറ്റമാണ്, ആര്യ രാജേന്ദ്രനാണ് ഇതിനെല്ലാത്തിനും കാരണം, മേയർ ഒരു പരാജയമാണ്, മേയറിന് കഴിവില്ല, കഴിവുകെട്ട മേയർ. പക്ഷേ അതേ വിഷയം നേരെ തിരിഞ്ഞ് BJP ഭരിക്കാൻ വന്നപ്പോൾ VV രാജേഷ് മേയർ ആയപ്പോൾ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമൊന്നുമില്ല, കുടിവെള്ളം ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ഗ്യാസ് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ചെളി കെട്ടിക്കഴിഞ്ഞാൽ അത് ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്, അങ്ങനെ ഏത് വിഷയം വന്നാൽ മാലിന്യം കെട്ടിക്കിടന്നാൽ അത് തദ്ദേശ വകുപ്പിന്റെയാണ്, ഞങ്ങളുടെ ആകെ ജോലി എന്ന് പറഞ്ഞാൽ മാസം ഒപ്പിട്ട് കിട്ടണ പൈസ എഴുതി വാങ്ങി പോക്കറ്റിലിട്ട് പൊടിയും തട്ടി പോകുക എന്നുള്ളതാണ്. കോർപ്പറേഷൻ ഭരണം അപ്പടി പരാജയമാണെന്ന് കേവലം 3 മാസം കൊണ്ട് തെളിയിച്ചതിന്റെ ഉദാഹരണമാണ് കുടിവെള്ളം കിട്ടാതെ ജനം തെരുവിലിറങ്ങേണ്ട അവസ്ഥ വന്നത്. ഈ കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്ക് തന്നെയാണ്. അവിടെ പൈപ്പ് പൊട്ടി വെള്ളമില്ലെങ്കിൽ ടാങ്കറുകളിൽ എവിടെ നിന്നാണോ വെള്ളം കളക്ട് ചെയ്യാൻ പറ്റുന്നത് വെള്ളം കളക്ട് ചെയ്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള കോർപ്പറേഷന്റെ മേയറും സംഘവും ആകാശത്ത് നോക്കി ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. എന്നിട്ട് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയി നിന്ന് ചില ക്യാമറകളെ വിളിച്ചു വരുത്തി ഡയലോഗ് അടിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ എസ്കേപ്പിസം എന്താണെന്ന് നാട്ടുകാർ അറിയുക. കഴിഞ്ഞ 3 മാസത്തിന് മുന്നേ തിരുവനന്തപുരം നഗരസഭാ ഭരണം
നിങ്ങൾ ഇങ്ങ് തരൂ, മാറ്റം കൊണ്ടുവരാമെന്ന് ആവർത്തിച്ച് പറഞ്ഞവർ, വികസനം ഇതാ ബ്ലൂ പ്രിന്റ് ഇറക്കുമെന്ന് പറഞ്ഞവർ, കുടിവെള്ളം വരെ മുറ്റിച്ച ആ ബ്ലൂ പ്രിന്റ് ഇറക്കിയതിനു ശേഷവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലേ? കഴിവുകേടിന്റെ അപ്പോസ്തലന്മാരാണ് നഗരസഭാ ഭരണത്തിലെത്തിയത്. 3 മാസം കൊണ്ട് കുടിവെള്ളത്തിനും ഒപ്പം തന്നെ കഞ്ഞികുടി മുട്ടിച്ചതിനും ജനം തെരുവിലിറങ്ങേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഗ്യാസ് മുട്ടിച്ച് ഹോട്ടലുകളും ഹോസ്റ്റലുകളും വരെ അടച്ചിടുന്ന അവസ്ഥ. അതുപോലെ തന്നെ കുടിവെള്ളം കൂടി മുട്ടിച്ച് മനുഷ്യനെ ഇൻഡോർ മോഡലിലുള്ള നഗരസഭയാക്കി കുടിവെള്ളവും അന്നവും കിട്ടാതെ മരണത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ആ ബ്ലൂ പ്രിന്റ് ഭരണത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. കഴിവുകേടാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിനെ സംബന്ധിച്ച് പ്രതികരിക്കണമെന്ന് മാത്രമാണ് ഈ പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നത്. എന്ത് വിഷയമുണ്ടായാലും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഇന്നലകളിൽ മേയർ ആര്യ രാജേന്ദ്രനെ എന്തിനും ഏതിനും കല്ലെറിഞ്ഞിരുന്നവർ ഇന്നിപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുമ്പോൾ ഇരട്ടത്താപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തന്നെ വായു ഭക്ഷിച്ച് കഴിയേണ്ട അവസ്ഥയിൽ വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.